ആ ഒരു ചലഞ്ചിങ് സമയത്ത് റമദാൻ സമയത്ത് ദുബായ് മാളിലേക്ക് ലീഡേഴ്സ് എല്ലാവരും കൂടെ വന്നത്, ആ ഒരു വരവുണ്ടല്ലോ, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെല്ലാം നിങ്ങളെല്ലാവരും എമിറാത്തികളാണ്, നമ്മളെല്ലാം ഒരൊറ്റക്കെട്ടാണ്, നമ്മളിതിനെ അതിജീവിക്കും. സോ ഈ ഒരു ഫൈറ്റ് മോഡിലേക്ക് എല്ലാവരും നമ്മൾ മെൻ്റലി നമ്മൾ വന്നു കഴിഞ്ഞാൽ തിങ്സ് വിൽ ഗെറ്റ് ചേഞ്ച്ഡ്. ആൻഡ് ഈ ഒരു സമയത്താണ് നമ്മൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നമുക്കിത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മളൊരു ഗ്രോത്ത് സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്താണ്, ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മളെല്ലാവരും പല ബിസിനസ് ഓണേഴ്സാണ്, ഇതിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ ആളുകളുണ്ട്, നമ്മളെല്ലാവരും ഹാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ. ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു ഓൺട്രപ്രണറെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. ഈ വിഷമങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയാൻ പറ്റുമോ, മക്കളോട് പറയാൻ പറ്റുമോ, ഇല്ലെങ്കിൽ വേറെ ആരോടെ നിങ്ങൾക്ക് പറയാം, നിങ്ങളൊരു എംപ്ലോയിനോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? ഇവിടെ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്കുള്ള ഒരു സിമിലർ അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺട്രപ്രണർഷിപ്പിലുള്ള ആളുകൾക്ക് പറയുമ്പോൾ അവർക്കത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും, അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഗ്രോത്തിലേക്ക് നമ്മൾ പോകണം. ഈ ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് കാര്യം ഇൻവെസ്റ്റ് ഇൻ യുവർ ഗ്രോത്താണ്. അത് സമയമാണെങ്കിലും ഇപ്പോൾ പഠിക്കണം നമ്മൾ. കാരണം നമുക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആളുകൾക്ക് $1 ബില്യൺ കമ്പനി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളെല്ലാവരും ഇപ്പം ഓപ്പറേഷൻ ഓവർലോഡ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജീവിച്ചേ പറ്റുള്ളൂ, അദ്ദേഹത്തിന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് ഡ്രീമും വിഷനും ഗോളായിട്ട് ഇറങ്ങിയതാണ്. പാതി വഴിയിൽ ഒരിക്കലും നിർത്താൻ പറ്റില്ല. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ചുറ്റുന്ന് പോവാം, പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് കോവിഡ് ഒരു സിറ്റുവേഷൻ വന്നപ്പം ഒരുപാട് ആളുകൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് വരെ ട്രഡീഷണലി ബിസിനസ് ചെയ്ത് നന്നായിട്ട് മാർജിനുള്ള മില്യൺസ് പ്രോഫിറ്റും മാർജിൻസുള്ള ആളുകൾ വരെ അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചു. ഞാൻ ഇന്നലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കമ്പനിയുടെ പേരെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരാളായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയാണ്, മലയാളികളുടെ ഇടയിൽ എന്താ പറയുക ഒരു $1 ബില്യൺ കമ്പനിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് വേണമെങ്കിൽ പറയാം. ആ ഒരു കമ്പനീൻ്റെ ഫൗണ്ടറായിട്ട് നിന്നപ്പം അദ്ദേഹത്തിൻ്റെ നിന്നൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യം, അവരൊക്കെ കീപ്പ് ഓൺ ലേണിംഗ് ആണ്. കാരണം അവർ ഓരോ സമയത്തും നമ്മൾ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ചിലപ്പം ചെറിയ ഗ്യാപ്പ് എടുത്ത് പോയിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ കാരണം ഇവരൊന്നും ലൈക്ക് MBA കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വന്ന ആളുകളൊന്നുമല്ല. ട്രഡീഷണലി നമ്മളെപ്പോലെ പലതും ഒരു ഹൈസ്കൂൾ കഴിഞ്ഞിട്ടും +2 കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പഠനമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ രൂപത്തിലാണ് ഒരു ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷെ അവരുടെ ഒരു 10x 100x കമ്പനി വളരുമ്പോൾ ആ കമ്പനിക്ക് വേണ്ടി അവർ ലീഡ് ചെയ്യുമ്പം അവർ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള മനസ്സിലായിക്കൊണ്ട് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സെക്കൻഡ്, ഈ പഠിച്ച കാര്യങ്ങൾ കുറേ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. സെയിം വി നീഡ് ടു എക്സിക്യൂട്ട്. നമ്മൾ പഠിച്ച ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ ലൈഫിലേക്കാണ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ചേഞ്ചും നമ്മളെ ഗ്രോത്തൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠനം എക്സിക്യൂഷൻ ഇങ്ങനെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ചലഞ്ചസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഇനിയൊരു ചലഞ്ചസ് വരുമ്പോഴേക്കെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആവണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഓൾറെഡി ഈ മാർക്കറ്റിൽ റിസർവ് ഉള്ള ആളുകൾ, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകൾ, ഓൾറെഡി ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്ത ഓൺട്രപ്രണേഴ്സ്, ഓൾറെഡി വിസിബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ, ദേ ഗോണ ഹിറ്റ്. അവർക്ക് സ്ട്രാറ്റജി മാറ്റിയാൽ മതി, അവർക്ക് ചെറിയൊരു കസ്റ്റമൈസേഷൻ വന്നാൽ മതി.